ഇസ്രായേലിലെ ഗലീലി കടലിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് നടന്ന ഒരു ശ്രദ്ധേയമായ കണ്ടെത്തൽ പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകർഷിച്ചു. അസാധാരണമായ ഒരു വരൾച്ചയിൽ ജലനിരപ്പ് താഴ്ന്നതിൻ്റെ ഫലമായിട്ടായിരുന്നു യേശുവിൻ്റെ വള്ളം എന്ന് വിളിപ്പേരുള്ള ഒരു പുരാതന മത്സ്യബന്ധന ബോട്ടിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. യേശുക്രിസ്തുവുമായോ ശിഷ്യന്മാരുമായോ ഇതിനെ ബന്ധിപ്പിക്കുന്നതിന് നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ലെങ്കിലും 2000 വർഷങ്ങൾക്ക് മുൻപ് ഗലീലിയിലെ കടൽ തീരത്ത് കൂട്ടിയിട്ടിരുന്ന ബോട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ കണ്ടെത്തൽ വീണ്ടും വഴിവെച്ചു. 1986 മഗ്ദലനയ്ക്കടുത്തുള്ള ഗലീലി കടലിൻ്റെ തീരത്ത് കിബട്സ് ഗിന്നോസറിയിലെ പുരാവസ്തു ഗവേഷകരും സഹോദരന്മാരുമായ മോശെ, യുവാൽ ലുഫാൻ എന്നിവരാണ് ബോട്ട് ആദ്യം കണ്ടത്. അതിൻ്റെ ചരിത്രപരമായ മൂല്യം മനസ്സിലാക്കിയ അവർ ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റിയെ ഇക്കാര്യം അറിയിച്ചു. അവർ പെട്ടെന്ന് ഒരു സൂക്ഷ്മമായ ഖനനത്തിന് ക്രമീകരണം ചെയ്തു. 12 ദിവസത്തിലധികം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ രൂപം നഷ്ടപ്പെടാത്ത രീതിയിൽ ചെളിയിൽ നിന്നും പുറത്തെടുത്തു. പിന്നീട് വളരെ സമയമെടുത്ത് തന്നെ ബോട്ട് ഫൈബർ ഗ്ലാസിൽ പൊതിഞ്ഞ് കിബട്സ് ഗിന്നോസറിലെ ഇഗൽ അലോൺ മ്യൂസിയത്തിൽ സന്ദർശകർക്കായി പ്രദർശനത്തിന് വച്ചിരുന്നു. സുവിശേഷങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന തരത്തിലുള്ള ഗലീലി കടലിൽ നിന്നുള്ള 2000 വർഷം പഴക്കമുള്ളതും ഏകദേശം 12 പേർക്ക് സഞ്ചരിക്കാവുന്നതുമായ ഒരു ബോട്ടാണിത്. ബൈബിൾ പുരാവസ്തു വിദഗ്ധനായ ഡാനി ഹെർമൻ പറഞ്ഞു. ജീസസ് ബോട്ടിന് ഏകദേശം 8.3 മീറ്റർ നീളവും 2.3 മീറ്റർ വീതിയുമുണ്ട്. ദേവദാരു ഉൾപ്പെടെ 10 തരം മരങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബോട്ടിനടുത്ത് നിന്ന് പുരാവസ്തു ഗവേഷകർ ഒരു പാചകക്കലവും ഒരെണ്ണ വിളക്കും കണ്ടെത്തിയിരുന്നു. അതിലെ യാത്രക്കാർ രാത്രി യാത്രകൾ നടത്തിയിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വള്ളത്തിനടുത്ത് കണ്ടെത്തിയ എണ്ണവിളക്ക് സൂചിപ്പിക്കുന്നത് യേശു കടലിനെ ശാന്തമാക്കിയ സുവിശേഷ ഭാഗത്തിലെ പോലെ ഇതൊരു രാത്രി യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് എന്നും ഹെർമൻ വ്യക്തമാക്കി.